ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി അവധിക്ക് നാട്ടിൽ പോയ സമയത്ത് ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇൻഡെംനിറ്റി തുക കിട്ടുമോ? അതിനെന്താണ് ചെയ്യേണ്ടത്? നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഈ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ വിസ ക്യാൻസൽ ആയവരും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ബഹ്റൈൻ തൊഴിൽ നിയമപ്രകാരം ഒരാൾ അവധിയിലായിരിക്കുന്ന സമയത്ത് അയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ പാടുള്ളതല്ല. ഇത്തരം നടപടികൾ നിയമവിരുദ്ധമായതിനാൽ തന്നെ തൊഴിലാളിക്ക് കോടതി മുഖേന പരാതി നൽകാനും അർഹമായ നഷ്ടപരിഹാരം നേടിയെടുക്കാനും അവകാശമുണ്ട്. ഇനി ഇൻഡെംനിറ്റി തുകയുടെ കാര്യമെടുത്താൽ 2024 മാർച്ച് മുതൽ ഇതിനായുള്ള നടപടികൾ സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ വഴിയാണ് നടക്കുന്നത്. പ്രവാസി തൊഴിലാളികൾ ബഹ്റൈനിലായിരിക്കുമ്പോൾ തന്നെ SIO പോർട്ടലിൽ EK ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുകയും IBAN വിവരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ 2024 ഫെബ്രുവരി വരെയുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടത് തൊഴിലുടമയാണ്. നിങ്ങൾ SIOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ തൊഴിലുടമയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലോ ഒരു ബഹ്റൈൻ അഭിഭാഷകൻ മുഖേന കോടതിയെ സമീപിക്കേണ്ടി വരും. ഇതിനായി നാട്ടിൽ നിന്നും അപ്പോസ്റ്റൽ ചെയ്ത പവർ ഓഫ് അറ്റോർണി അഭിഭാഷകൻ അയച്ചു നൽകണം. കമ്പനി നിങ്ങളുടെ ഇൻഡെംനിറ്റി തുക SIOയിൽ കൃത്യമായി അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ അടിസ്ഥാന തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കുക എന്നത് ഏതൊരു പ്രവാസിക്കും അനിവാര്യമാണ്. പലപ്പോഴും നിയമങ്ങൾ അറിയാത്തതാണ് പ്രവാസികളെ വഞ്ചനകളിലും വലിയ സാമ്പത്തിക പ്രയാസങ്ങളിലും എത്തിക്കുന്നത്. ഇത്തരം പ്രതിസന്ധികളിൽ ശരിയായ വഴി കണ്ടെത്താൻ നിയമവിദഗ്ധരുടെ സഹായം തേടുന്നത് നന്നായിരിക്കും.